പാൽമണം തൂകുന്ന രാത്തെന്നൽ തെന്നലിലാടും നിൻകാർ കൂന്തൽ പാരിടം കൺമൂടും നേരം നാമി പാതിരാ മൗനം തേടും സഞ്ചാരികൾ കിനാക്കായലോളങ്ങൾ നീന്തുന്നു മെല്ലെ ദൂരെ ദ്വീപിനോരങ്ങൾ തേടി വിഷാദങ്ങൾ മായുന്നു നിൻ കൂടെ ഞാനിൻ വിരൽ കോർത്തു നിൽക്കും നേരം താരനിര താഴെയൊന്നിവളെ കണ്ട പാടിതാ മൂളുന്നേ മാലാഖയാണീ പെണ്ണ് താളമിടറുന്നു നെഞ്ചിനകമാദ്യ ചുംബനം മേലാകെ കുളിരോർമ്മയായി വീഴേ നീരാഴി പെണ്ണോടുന്ന നീർക്കായൽ ചേരും പോലെ പൊഴിയായി മാറി നാം ചേരാണി ഞാൻ പെണ്ണെ നീയാണൻ പൂക്കണ്ടൽ ചേലോടെങ്കിൽ നീ മെല്ലെ നേരായാഴുമോ മേഘങ്ങൾ പോരുമ്പോഴെന്നിൽ വരം പോലെ നിൻ ചൂടു വേണം മിനാരങ്ങൾ മിന്നുന്നൊരേ തീരഭൂവിൽ ഉലാവേണം എൻ കൂടെ നീയും പാൽമണം തൂകുന്ന രാത്തെന്നൽ തെന്നലിലാടും നിൻകാർ കൂന്തൽ പാരിടം കൺമൂടും നേരം നാമി പാതിരാ മൗനം തേടും സഞ്ചാരികൾ It always does feel good, but don't ever cost a thing. Feeling almighty, no throne like a place at home. Warm bed, no trouble in head, hands held to walk ahead, smiles that are widely spread. Time flies as I hide from everything that I want in life, worth every penny spent. Oh, where my heart is full. Oh, where you can always be found. I call home.
makes us feel good, but don't ever cost a thing. Feeling almighty, no throne like a place at home. Warm bed, no trouble in it, hands held to walk ahead, smiles that are widely spread. The time flies as I hide from everything that I want in life, worth every penny spent. Oh, where my heart is full. Oh, where you can always be found. Oh, where the heart can bloom. Come to the place I call home. Come to the place I call home. No, I won't cry. No, I won't shed tears. Just stop. Whenever you're in trouble, you stay by me. Stay by me. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അപർണയെയും സ്നേഹിയെയും ഞങ്ങൾക്ക് നൽകിയതിലും അവരെ അങ്ങ് വിവാഹത്തിലേക്ക് ഉയർത്തുന്നതിലും അങ്ങ് പ്രദർശിപ്പിക്കുന്ന കാരുണ്യാതിരകത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. അവരുടെ ജീവന്റെ കൃപയ്ക്ക് നിങ്ങളുടെ കൂട്ടവകാശികളാണെന്ന് കരുതിക്കൊണ്ട് അവരെ ബഹുമാനിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരാതിരിക്കുവാൻ വേണ്ടിയാകും. അവരുടെ വിവാഹത്തിന് ഒരുക്കമായിട്ട് നമ്മൾ നടത്തുന്ന ഈ മധുരമെപ്പ് ശുശ്രൂഷ എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത ഒരു ഒരുക്കത്തിൻ്റെ ദിനമാണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുക. വളരെ പ്രത്യേകമായ ഈ മധുരമെപ്പിൽ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങുവാനുള്ള സമയമാണ് ഇനി എന്നാണ് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുക. ലിജുവും സജിയും അതുപോലെ അഖിലും അനഘയും ഒക്കെ വളരെ നേരത്തെ തുടങ്ങി, അപർണയുടെ ഒരുക്കം പ്രത്യേകിച്ച് പറയേണ്ടതില്ല, വളരെ നേരത്തെ ഒരുക്കം തുടങ്ങിയതാണ്. അതായത് 6 മാസം ഉണ്ടെങ്കിലും 6 മാസത്തിൽ കൂടുതലായി ഇതിൻ്റെ ഒരുക്കങ്ങളും പ്രാർത്ഥനയൊക്കെ ആരംഭിച്ചിട്ട് ഇതിൻ്റെ എല്ലാം ഒരു പരിസമാപ്തിയാണ് ഇന്ന് നമുക്ക് പറയാം. ഇത് വളരെ പെട്ടെന്ന് ഒരു സംഘടിപ്പിക്കുന്ന ഒരു കാര്യമല്ല. പ്രാർത്ഥിച്ചൊരുങ്ങി വേണ്ട വിധത്തിൽ തമ്പുരാനോട് ആലോചന ചോദിച്ചാണ് വിവാഹം നമ്മൾ നടത്തുക. കാരണം ദൈവമാണ് ഇവരെ യോജിപ്പിക്കുന്നത് എന്നുള്ള വലിയ സത്യം ഈ മക്കൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് ഈ വിവാഹവേളയിലും തുടർന്ന് ഇവരുടെ കുടുംബജീവിതത്തിലും ഉണ്ടാകണം. ഏതൊരു കുടുംബജീവിതത്തിലും എന്തെങ്കിലും കുറവുകളൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് അമ്മയുടെ സാന്നിധ്യമാണ് വേണ്ടത്. അമ്മയാണ് വന്ന് ശക്തിപ്പെടുത്തുക, അമ്മയാണ് വേണ്ട ഉപദേശം നൽകുക. അതുകൊണ്ട് ഇന്ന് ഇവിടെ സജിയേക്കാൾ ഉപരിയായിട്ട് അപർണയെ സ്നേഹിക്കുന്ന ഒരമ്മയാണ് സ്വർഗത്തിലെ അമ്മ. എനിക്ക് സംശയമൊന്നുമില്ലോ അല്ലേ? സജിയേക്കാളും ബിജുവിനേക്കാളും ഒക്കെ ആ അമ്മയ്ക്ക് നമുക്കിന്ന് ഫലമേൽപ്പിക്കാനായിട്ട് കഴിയുക.
അമ്മ എപ്പോഴും ഈശോയുടെ അടുക്കിലേക്കാണ് ഈ മക്കളെ കൊണ്ടുപോവുക. അതുകൊണ്ട് അഖിലും അനക്കയൊക്കെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അമ്മയോട് പ്രാർത്ഥിക്കണം കേട്ടോ. പരിശുദ്ധ അമ്മയോടെന്ന് പറഞ്ഞാൽ ഏതമ്മയാണ്? മാതാവ്, മാതാവിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ചേച്ചി ഞങ്ങൾക്കെല്ലാം എല്ലാവർക്കും സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കട്ടെ എന്ന്. ഇതിൽ ഇവരുടെ ഒരുക്കത്തിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, സാധാരണ വലിയ സദ്യയൊക്കെ നടക്കുമ്പോൾ ഏതാണ്ട് ഈക്വൽസിനെയും അതുപോലെ നമ്മളെക്കാളും ഹൈ ആയിട്ടുള്ള ആളുകളെ ക്ഷണിക്കാനായിട്ടാണ് പലർക്കും തിടുക്കം. പക്ഷെ ഇവർ കാണിച്ച, കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഇവർ പ്രത്യേകം അനുസ്മരിച്ചു. നിങ്ങളൊരു സദ്യ കൊടുക്കുമ്പോൾ ആരും സദ്യക്ക് വിളിക്കാനില്ലാത്ത ആളുകളെ വിളിക്കുകയായിരുന്നു. അത് നമ്മൾ ഒത്തുകല്യാണത്തിൻ്റെ ദിവസം വളരെ പ്രകടമായിട്ട് കണ്ടു. ഒരു 10-70 പേര് ലവ് ഹോമിലെ കുഞ്ഞു മക്കൾ വന്ന് അവരുടെ സന്തോഷത്തിൽ മറ്റെല്ലാ അതിഥികളുടെ ഒപ്പം പങ്കെടുത്തു എന്നുള്ളതാണ്. അവർ മാറ്റി നിർത്തുകയല്ല, ഇത് VIPs ആയിട്ട് അവരെ പരിഗണിച്ച്. അതാണ് കർത്താവിന് ഏറ്റവും പ്രീതികരമായിട്ടുള്ളത്. അത് ഈ ഒരു സദ്യയുടെ അവസരത്തിൽ മാത്രമല്ല, ഇനി കുടുംബജീവിതത്തിലും അതുപോലെ ആരോരും പരിഗണിക്കുന്നില്ലാത്തവരെ ചേർത്ത് നിർത്തണം. തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ ചേർത്ത് നിർത്തും എന്നുള്ളതിൻ്റെ വലിയ സൂചനയും അച്ചാരവുമാണ്. ബിജുവിനെയും അതുപോലെ സജിയെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. അതുപോലെ അഖിലും അനക്കയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ചേച്ചിക്ക് വേണ്ടിയിട്ടോ. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ മകൾക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, ക്രിസ്തുവേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവരുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങേക്ക് സംപ്രീതമായി സംസാരവും പെരുമാറ്റവും വഴി പരസ്പരം മധുരതരമായി പെരുമാറട്ടെ. അവർ എന്നും അങ്ങയുടെ സ്നേഹമാതിരും നുകർന്നനുഭവിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേ. സന്തോഷത്തോടു കൂടി തന്നെ അപർണയുടെ മധുരം വെപ്പ് ചടങ്ങുകൾ നമ്മളോട് ആരംഭിക്കുകയാണ്. സോ അപർണയുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്റ്റർ ബിജു ജോസഫ് ആൻഡ് മിസ്സസ് സജി മോൾ ജോൺ. അതോടൊപ്പം തന്നെ അപർണയ്ക്ക് ഒരു ബ്രദറും സിസ്റ്ററും ആണുള്ളത്, none other than അഖിൽ ബിജു. ആൻഡ് ഓൾസോ ഇൻവൈറ്റ് ഞങ്ങളുടെ ലിറ്റിൽ ഏഞ്ചൽ, ദി വൺ ആൻഡ് ഓൺലി അനക ബിജു. അവരെല്ലാവരും വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മധുരവെപ്പ് ചടങ്ങിന് തുടക്കം കുറിക്കുന്നതിനായി തീർച്ചയായിട്ടും ആ ഒരു നിമിഷത്തിൽ ആ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് അതിന് കാത്തിരുന്ന രണ്ടുപേരും നമ്മുടെ ചുറ്റിലുമുണ്ട്. ഏറെ സ്നേഹത്തോടെ ഞാൻ സാജൻ അങ്കിളിനെയും അതുപോലെ തന്നെ ജിൽസി ആന്റിയും വേദിയിലേക്ക് വളരെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒരു മകളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ അപർണയ്ക്ക് നൽകുന്നവരാണ് അവർ രണ്ടുപേരും. അപ്പോൾ അങ്കിളും ആന്റിയും കൂടി ഈ ഒരു വേദിയിൽ എത്തിക്കഴിഞ്ഞ് ബഹുമാനപ്പെട്ട അച്ഛന്മാർ നമുക്ക് ഈ കുടുംബത്തിന്റെ ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ സ്റ്റാൻലി അച്ഛനെയും കൂടെ എത്തിയിരിക്കുന്ന അച്ഛനെയൊക്കെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഏറെ ധന്യമേറിയ മുഹൂർത്തത്തിലേക്ക് ഹൃദയപുരസ്സരം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അച്ഛന്മാരുടെ പ്രാർത്ഥനകളോടെ എല്ലാ അനുഗ്രഹവും നൽകിക്കൊണ്ട് നമുക്ക് മധുരവെപ്പ് ചടങ്ങിന് ഇവിടെ തുടക്കമിടാം. ഇവരാരംഭിക്കാൻ പോകുന്ന കുടുംബജീവിതം എന്നും മാധുര്യപൂർണ്ണമായിരിക്കട്ടെ. കർത്താവ് വസിക്കുന്ന ഒരു കുടുംബമായിട്ട് ഇത് മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം ഈ കുടുംബത്തിന്മേലുണ്ടാകട്ടെ. ഇവരനുഭവിക്കാൻ പോകുന്ന ഈ മധുരഭോജ്യത്തെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫാദർ. താങ്ക്സ് എ ലോട്ട്. വളരെയേറെ തിരക്കുകളുണ്ടായിട്ടും ബഹുമാനപ്പെട്ട അച്ഛന്മാർ സാന്നിധ്യം അറിയിച്ച് പ്രാർത്ഥനകളോടെ എല്ലാ ഭാവുകങ്ങളും ആശംസകൾ നേർന്നുകൊണ്ട് അപർണയ്ക്ക് മണവാട്ടി പെണ്ണിന് മധുരം നൽകുന്ന ചടങ്ങിനുള്ള പ്രാർത്ഥനകളൊക്കെ നേർന്നിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ നമുക്ക്
ആ ചടങ്ങിലേക്ക് നീങ്ങാനുള്ള സമയമാണ്. പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒക്കെ വിളനിലമായി വിവാഹ കൂതാശ സ്വീകരിക്കുന്നതിന് മുന്നോടിയായി വളരെയേറെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൽ മണവാട്ടിക്ക് മധുരം നൽകുന്ന ചടങ്ങ് അവരെ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ട ഈ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു പന്തലൊരുക്കി ഏറ്റവും പ്രിയപ്പെട്ടവരും മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഞങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗമാകാൻ ആത്മാർത്ഥമായിട്ട് ഒരു വലിയ സദസ്സ് ഒരുക്കാനായി എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ മധുരം വെപ്പ് ചടങ്ങിന് സമ്മതം ചോദിക്കുകയാണ്. അപ്പൊ ആ ഒരു ചടങ്ങ് നിർവഹിക്കാനായിട്ടാണ് അങ്കിളും ആന്റി ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മളോട് എല്ലാവരോടും സമ്മതം ചോദിച്ച് ആ ചടങ്ങ് ഇവിടെ നിർവഹിക്കുകയാണ്. എൻ്റെ സഹോദരിയുടെ മകൾ അപർണയുടെ വിവാഹത്തോടനുബന്ധിച്ചുള്ള മധുരം വെപ്പ് ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബന്ധുക്കളും അയൽവാസികളും സുഹൃത്തുക്കളുമായ എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഞാൻ മധുരം വെക്കുന്നതിനായി നിങ്ങളുടെ എല്ലാം അനുവാദം ചോദിക്കുകയാണ്. എൻ്റെ സഹോദരിയുടെ മകൾ അപർണയുടെ വിവാഹത്തിലേക്ക് അനുബന്ധിച്ചുള്ള മധുരം വെക്കുന്നതിന് നിങ്ങളുടെ എല്ലാം സമ്മതം ഞാൻ ചോദിക്കുകയാണ്. കേട്ടില്ല. മധുരം വെച്ചോട്ടെ. കേട്ടില്ല. മണവാട്ടിക്ക് മധുരം വെച്ചോട്ടെ. മണവാട്ടിക്ക് മധുരം വെച്ചോട്ടെ. എല്ലാവരുടെയും സമ്മതം അറിയിച്ച് എല്ലാവരും ആ സമ്മതം തിരിച്ച് പറഞ്ഞു മധുരം നൽകുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് അപർണ. മുകരുവാൻ കൊതി പെരുകും
बस कर जी हूँ बस कर जी एक बात आसान नाल हस कर जी तुसी दिल विच मेरे वस दे ओ वे साथों दूर क्यों नस दे ओ नाले खत जादू दिल खस दे ओ बस कर जी हूँ बस कर जी बस कर जी हूँ बस कर जी है बस कर जी हूँ बस कर जी एक बात आसान नाल हस कर जी है जी बस कर जी हूँ बस कर जी एक बात आसान नाल हस कर जी तुसी दिल विच मेरे वस दे ओ वे साथों दूर क्यों नस दे ओ नाले खत जादू दिल खस दे ओ बस कर जी हूँ बस कर जी बस कर जी हूँ बस कर जी है बस कर जी हूँ बस कर जी एक बात आसान नाल हस कर जी बस कर जी हूँ बस कर जी एक बात आसान नाल हस कर जी സന്തോഷത്തോടെ എല്ലാ ആശംസകളും ബ്ലെസ്സിങ്സും ഈ ഒരു സമയത്ത് നേരുവാണ്. അവരുടെ പപ്പ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ മിസ്റ്റർ ബിജു ജോസഫ് ആൻഡ് ഹോസ്പിറ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് UK-യിലാണ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിലെ മമ്മിയും വളരെ വളരെ ബ്ലെസ്ഡ് ആയിട്ട് നേഴ്സായിട്ട് UK-യിൽ തന്നെ മമ്മിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മമ്മിയുടെ ഒരു ആ മേഖലയോടുള്ള ഒരു പാഷനും ഡെഡിക്കേഷൻ തന്നെയായിരിക്കും അവരുടെയും ആ ഒരു രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുണ്ടായിരിക്കുക. അത് ദൈവത്തിന്റെ ഒരു കൃപ എന്നതുപോലെ തന്നെ യാഥാർത്ഥ്യമാക്കാനും സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഒരു ബ്രദറും സിസ്റ്ററുമാണ് ഉള്ളത്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വൺ ആൻഡ് ഓൺലി അഖിൽ ബിജു സീനിയർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആയിട്ട് UK-യിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മിടുക്കി കുട്ടിയുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടത് വൺ ആൻഡ് ഓൺലി അനഘ ബിജു 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. സോ വളരെ സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു ഈവനിങ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് മണവാട്ടിക്ക് മധുരം നൽകുന്ന ചടങ്ങ് അത് വളരെ വളരെ മംഗളകരമാക്കി തീർക്കാനായി ഞങ്ങൾക്ക് സാധിച്ചത് ഇവിടെ വിജയന്റെ ഫാമിലി ആണെങ്കിലും സജിമോളാന്റെ ഫാമിലി ആണെങ്കിലും മറ്റു കുടുംബാംഗങ്ങൾ എല്ലാവരും നല്ലൊരു സദസ്സ് ഒരുക്കാൻ എത്തിയപ്പോഴാണ്. മധുരം തുടങ്ങുമ്പോൾ എന്തായാലും ഇവിടെയും മധുരം വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വണ്ടർഫുൾ കേക്ക് നമ്മളോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ
സഹായിച്ചു. അതിനൊക്കെ നല്ലൊരു നന്ദി പറയുന്നു. ഇനിയിപ്പോൾ അടുത്തൊരു നല്ലൊരു അടിച്ചു പൊളിക്കാനുള്ളൊരു ഇതിലേക്ക് നമുക്ക് കിടക്കുകയാണ്. നിർത്തട്ടെ. താങ്ക് യു സോ മച്ച്.
बदले तेरे माही लाके जो कोई सारी दुनिया भी दे दे अगर तो किसे दुनिया चाहिए तू है तो मुझे फिर और क्या चाहिए तू है तो मुझे फिर और क्या चाहिए किसी की ना मदद ना दुआ चाहिए तू है तो मुझे फिर और क्या चाहिए सुन हर दफा चाहिए तू है तो मुझे फिर और क्या चाहिए तू है तो मुझे फिर और क्या चाहिए किसी की ना मदद ना दुआ चाहिए तू है तो मुझे फिर और क्या चाहिए जब तक तेरी नींद न टूटे उगता नहीं है सूरज मेरा जब तक तेरी नींद न टूटे उगता नहीं है सूरज मेरा ख्वाब रहे किस काम के मेरे ख्वाब से प्यारा तू सच मेरा सुन जिंद जानिए जख्मों को मेरे मरहम की जगह बस तेरा छुआ चाहिए तू है तो मुझे फिर और क्या चाहिए तू है तो मुझे फिर और क्या चाहिए किसी की ना मदद ना दुआ चाहिए तू है तो मुझे फिर और क्या चाहिए സന്തോഷായി ഇതെങ്ങനെയാണ് ശരി ഇതിപ്പോ പലതവണ ഫോൺ വിളിച്ചിട്ടുണ്ടാവും ഇത് മാത്രം മിണ്ടാതെ ഇത്രയും സമയം എങ്ങനെയാണ് കൺട്രോൾ ചെയ്തെന്നുള്ളതാണ് എന്റെ അളിയന്റെ ഐഡിയ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തു ഈവൻ കഴിഞ്ഞൊരു 20 മിനിറ്റ് ആയിട്ട് ആദ്യം ടെൻഷൻ അടിച്ചോണ്ടിരിക്കുക എവിടെ എത്തി അപ്പൊ ഞാനിവിടെ 15 മിനിറ്റ് ആയി അവിടെ വന്നിരിക്കുക വെയിറ്റ് ചെയ്യാം അപ്പൊ കറക്റ്റ് ടൈമിങ്ങിന് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു സർപ്രൈസ്
ஏமரன் வந்து நடுத்தெருவில் சொடக்கு மேல சொடக்கு போடுது சொடக்கு மேல அப்படி சொடக்கு மேல சொடக்கு போடுது